ബേബി എബി എന്ന വലിയ വിശേഷണത്തോടെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഡെവാൾഡ് ബ്രവിസ് IPLിലേക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ തട്ടകത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ലോകം പ്രതീക്ഷിച്ച ആ വലിയ ഭാരം ആ ഇളം ചുമലുകൾക്ക് താങ്ങാനായില്ല. കണക്കുകൂട്ടലുകൾ പിഴച്ചപ്പോൾ മുംബൈ അവനെ കൈവിട്ടു. തുടർന്നു വന്ന ലേലത്തിൽ ആരും തിരിഞ്ഞു നോക്കാതെ അവൻ അൺസോൾഡ് ആയപ്പോൾ ആ യുവപ്രതിഭയുടെ ക്രിക്കറ്റ് ജീവിതം അവസാനിച്ചുവെന്ന് ക്രിക്കറ്റ് ലോകം വിധി എഴുതി. എന്നാൽ ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. കഴിഞ്ഞ സീസണിൽ ഒരു പകരക്കാരൻ്റെ കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞപ്പോൾ അതൊരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് കുതിച്ചുയർന്ന ബ്രവിസിൻ്റെ ഗ്രാഫ് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ചെന്നൈക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ അവൻ പൊരുതിയത് ഒരു ഏകാന്ത പോരാളിയെ പോലെയാണ്. മറ്റെല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ആകാശത്തേക്ക് പറന്നുയർന്ന പടുകൂറ്റൻ സിക്സറുകളും മൈതാനത്ത് വിസ്മയം തീർത്ത മാന്ത്രിക ക്യാച്ചുകളും അവനെ ചെന്നൈ ആരാധകരുടെ പ്രിയങ്കരനാക്കി മാറ്റി. ചെന്നൈ നൽകിയ ആ ആത്മവിശ്വാസം ദക്ഷിണാഫ്രിക്കൻ ദേശീയ ടീമിലും അവന് തുണയായി. അവിടെയും അവൻ തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു. ഇപ്പോൾ കാര്യങ്ങൾ പഴയതുപോലെയല്ല. തൻ്റെ രണ്ടാമത്തെ സീസണിനായി ചെന്നൈയിലെത്തുമ്പോൾ പകരക്കാരനായി വന്ന ആ പഴയ പയ്യനല്ല ഇന്ന് ബ്രവിസ്. അവൻ ചെന്നൈയുടെ മധ്യനിരയുടെ നട്ടെല്ലാണ്. എതിരാളികളുടെ പേടിസ്വപ്നമായ ഒരു ഹെവി വെയ്റ്റ് താരം. ക്രീസിലേക്ക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ഇരിക്കുന്ന ഒരു ഐതിഹാസികമായ ഇരിപ്പുണ്ട്. ഹെൽമറ്റിൻ്റെ ഗ്രില്ലുകൾക്കുള്ളിലൂടെ മൈതാനത്തേക്ക് ഉറ്റുനോക്കുന്ന ആ കൊലയാളി നോട്ടത്തിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടാകും. ബാറ്റിൽ ഇറുക്കിപ്പിടിച്ച വിരലുകൾ ശാന്തമായ കടൽ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഒരു വെട്ടമൃഗത്തെ പോലെ ഇരക്കായി കാത്തിരിക്കുന്ന ആ ഇരിപ്പ്. ആസന്നമായൊരു വമ്പൻ കൊടുങ്കാറ്റിൻ്റെ കൃത്യമായ മുന്നറിയിപ്പാണ് ആ ശരീരഭാഷ. 2026 ഈ പുതിയ IPL സീസണിലും ചെപ്പോക്കിൻ്റെ ഗാലറികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഡെവാൾഡ് ബ്രവിസ് എന്ന പ്രതിഭാസത്തിൻ്റെ ബാറ്റിൽ നിന്നും തിപ്പൊരികൾ പാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.